കുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവേത് സ്കിപ്പ് ചെയ്ത് പോകും. ഞാൻ സീരിയസ്ലി പറയാം, ശിവപാർവതി ഈ ഫോൺ ആര് യൂസ് ചെയ്താണ് ഈ കമൻ്റ് ഇട്ടത് എന്നെനിക്കറിയില്ല. പെണ്ണാണെങ്കിലും ആണാണെങ്കിലും കുഞ്ഞ് വയറ്റിൽ നിന്ന് വന്നതിന് ശേഷം ഈ കമൻ്റ് ഇട്ട ആൾ അതാരാണെങ്കിലും അവർക്കെതിരെ ഞാൻ സൈബർ സെല്ലിൽ കേസ് കൊടുക്കും. ഹായ് ഫ്രണ്ട്സ്, അഭിശ്രീ വ്ളോഗ്സ്. ബിഗ് ബോസിലൂടെ വന്നിട്ടുള്ള അഭിലാഷിനി ഇവരുടെ വൈഫിനെ കുറിച്ച് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ടിക്ടോക്കിലുള്ള കാര്യം തൊട്ടേ ചെറിയ ചെറിയ റീൽസ് ആയിട്ടും വീഡിയോസും ഒക്കെ ആയിട്ട് അവരങ്ങനെ കുറച്ച് വൈറലായിട്ട് യൂട്യൂബിനകത്തൊക്കെ അത്യാവശ്യത്തെ തിരക്കിയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് 4 പേര് അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. ഇപ്പം അടുത്ത് അവരുടെ ആ ഒരു പ്രഗ്നൻസി ഫോട്ടോഷൂട്ടായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ വ്യക്തമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് പലതരത്തിലുള്ള പാശ്ചാത്യ സംസ്കാരങ്ങളും നമ്മുടെ നാട്ടിലോട്ട് അഡോപ്റ്റ് എടുത്തിട്ട് നമുക്കത് നമ്മുടെ ജീവിത ദിനചര്യകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പോകാം. പക്ഷേ ഇങ്ങനെയുള്ള ചില സാധനങ്ങൾ ഒട്ടുമിക്ക ആൾക്കാർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ വിമർശനങ്ങൾ അറിയിക്കാമെന്നും അത് ശരിയായ ഭാഷയിൽ അറിയിക്കണമെന്നുള്ളതും കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് നമ്മൾ പറഞ്ഞു വെച്ച കാര്യമാണ്. എന്താണ് ഇത്രയും വൾഗറായിട്ട് ആളുകൾ കമന്റ് ഇട്ടും ഈ 2 കൂട്ടർ ഇതിന് മറുപടി കൊടുക്കാത്തതെന്ന് ഞാൻ ആദ്യമേ ചിന്തിച്ചൊരു കാര്യമാണ്. പക്ഷെ ആ ഒരു മറുപടി കൊടുക്കാൻ ഒത്തിരി ലേറ്റ് ആയിപ്പോയി. അവരുടെ ആ ഫോട്ടോഷൂട്ടും കഴിഞ്ഞ് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് അവരിപ്പോൾ ഇങ്ങനെ ഒരു മറുപടി വീഡിയോയും കൊണ്ട് വന്നിട്ടുള്ളത്. എന്താണെങ്കിലും ആ ഒരു വീഡിയോയ്ക്കകത്തോട്ട് പോകുന്നതിന് മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. അഭിശ്രീ എന്ന് പറയുന്ന അവരുടെ യൂട്യൂബ് ചാനലിനകത്ത് പോയിട്ട് നിങ്ങൾ കൂടുതൽ വീഡിയോസ് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ വീഡിയോ അവരുടെ ചാനലിൽ തന്നെ പോയി കാണാം. നമ്മളിത് ചെറിയ ക്ലിപ്സ് അവർ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു ക്ലിപ്പ് മാത്രമേ ഇവിടെ ആഡ് ചെയ്യുന്നുള്ളൂ. കാരണം ഈ കമൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി എടുത്ത് വായിച്ച് റിയാക്ട് ചെയ്ത് വിട്ട സാധനങ്ങളൊക്കെ തന്നെയാണ്. അതിൽ അഡീഷണൽ ആയിട്ട് വേറെ കുറേ ആളുകൾ വേറെ എന്തെല്ലാമോ അനാവശ്യങ്ങൾ എക്സ്ട്രാ ചേർത്ത് കമന്റ് ഇട്ടതുകൊണ്ടാണ് ഇപ്പോൾ ഈ പുള്ളിക്കും ഭാര്യയ്ക്കും ഈ ഒരു അവസ്ഥയിൽ, ആ പെൺകുട്ടി പ്രഗ്നൻ്റ് ആണ്, അപ്പോൾ ആ ഒരു അവസ്ഥയിൽ വന്നിരുന്നിട്ട് ഇങ്ങനെയും ഇത്രയും ഹാർഷായിട്ട് ആളുകളോട് സംസാരിക്കേണ്ടി വന്നിട്ടുള്ളത്. അല്ലെങ്കിലും ആ ഒരു വയറിലോ അവരുടെ ആ ഒരു വസ്ത്രധാരണത്തിലോ പ്രത്യേകിച്ച് മോശം പറയാൻ പാകത്തിനൊന്നുമില്ല. ഒരു സ്ത്രീയുടെ അവയവങ്ങൾ, അതായത് ലൈംഗിക അവയവങ്ങൾ ഏത് രീതിയിൽ മറക്കണം അത് വ്യക്തമായ രീതിയിൽ മറച്ചുകൊണ്ട് ഒരമ്മ വയറും അത് കുഞ്ഞു വയറ്റിലുള്ള സമയത്ത് ആ അമ്മ കാണിക്കുന്ന ആ ഒരു സ്നേഹ പ്രകടനങ്ങളും അച്ഛൻ്റെ ആ ഒരു ഇതും ഒക്കെ അവരുടെ ഒരു മെമ്മറീസ് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അവർ അങ്ങനെ ഒരു വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് അവർ ഇൻസ്റ്റയിലും കാര്യങ്ങളിലൊക്കെ പോസ്റ്റ് ചെയ്തു. നോർമലി ഇപ്പം അവരെക്കാളും മുമ്പ് അവരെക്കാളും വലിയ കൊടികുത്തിയ സെലിബ്രിറ്റീസ് ഉൾപ്പെടെ അവരത്ര പോലും സെലിബ്രിറ്റികളാവാത്ത ആളുകൾ ഉൾപ്പെടെ ഒത്തിരി പേര് ഇൻസ്റ്റയിലും മറ്റും പോസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഫോട്ടോസ് തന്നെയാണ് അവരും പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അവരുടെ ഡൈഹാർഡ് ഫാൻസ് ആവട്ടെ, അവർക്ക് ആർക്കും അത് അത്രയുണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം അവരങ്ങനെ അത്രയും രീതിയിൽ വസ്ത്രം ധരിച്ച് അവർ മുമ്പ് കണ്ടിട്ടില്ല. അതൊക്കെ തന്നെയാണ് കാരണം അവർക്ക് ഒരു അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഇത്രയും കാലം സാരി ഉടുത്ത് കണ്ടൊരു ചേച്ചി അവരുടെ വസ്ത്രധാരണത്തിലും അടുക്കത്തിലും ഒതുക്കത്തിലും നമ്മൾ അവർ അത്രയും പ്രിയപ്പെട്ടവരായി കൊണ്ടു നടന്ന് അവർ ഫോളോ ചെയ്ത് അവരുടെ എല്ലാ വീഡിയോയും കണ്ട് അങ്ങനെ കൊണ്ടു കിടക്കുന്ന ഒരു ആരാധനാ മൂർത്തി പെട്ടെന്ന് ഇങ്ങനെയുള്ള ഷോർട്ട് ഡ്രസ്സും വസ്ത്രങ്ങളും ഇട്ട് കുറെ ശരീരഭാഗങ്ങൾ ഇത്രയും പ്രദർശിപ്പിച്ച് കാണിക്കുന്ന സമയത്ത് നോർമലി ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാനുണ്ടാവുന്ന ബുദ്ധിമുട്ട് അത് ഒത്തിരി പേര് ശരിയായ രീതിയിൽ വിമർശിച്ച ആൾക്കാരുണ്ട്, ശരിയല്ലാത്ത രീതിയിൽ വിമർശിച്ച ആൾക്കാരുണ്ട്. അങ്ങനെ ശരിയല്ലാത്ത രീതിയിൽ വിമർശിച്ച ചില ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള മറുപടിയാണ് അവരുടെ ആ ഒരു വീഡിയോ. എന്താണെങ്കിലും ആ ഒരു വീഡിയോ തീർത്ത് നമുക്ക് കാണാം. അതിൻ്റെ ഇടയ്ക്ക് ഏതോ വലിയൊരു വിരുദ്ധൻ ശിവപാർവതി എന്നങ്ങാണ്ടൊക്കെയാണ് പേര് വെച്ചേക്കുന്നത്. ദൈവത്തിന്റെ പേരും ചെകുത്താന്റെ സ്വഭാവം എന്നൊക്കെ പറയുന്നത് കേട്ടില്ല. അതേമാതിരി തന്നെ വയറ്റിൽ ഉരുവായിട്ട് നിൽക്കുന്ന ആ ഒരു കൊച്ചിന്റെ പിതൃത്വത്തെ വരെ ചോദ്യം ചെയ്തുകൊണ്ടാണ് പല ആൾക്കാരും കമന്റ് ഇട്ടിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ കമന്റ് ഇടുന്ന ആൾക്കാരുടെ തലയ്ക്കൊന്നും കൊടുക്കല്ലാണ്ട് എന്താ ചെയ്യുക? ആ ഒരു കുട്ടി ഭൂമിയിലോട്ട് വന്നിട്ട് പോലും അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് അവരുടെ വീട്ടിൽ അവരായിട്ട് ഉന്നയിക്കേണ്ട സംശയങ്ങൾ, അവരായിട്ട് കണ്ടുപിടിക്കേണ്ട ഉത്തരങ്ങളാണ്. നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഈ വില്ലാങ്കു തോപ്പിക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതും വെറുതെ അനാവശ്യമായിട്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടുത്ത ശരിയായ രീതിയിലുള്ള ട്രസ്റ്റും കാര്യങ്ങളുണ്ട്. എന്നിരുന്നാലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഒരു മനസ്സുക്കും അല്ലേ. എന്താണെങ്കിൽ നമുക്ക് അഭിശ്രീ എൻ്റെ ആ ഒരു ഫുൾ വീഡിയോ ആദ്യം ഇരുന്ന് കാണാം, ശേഷം അതിനെക്കുറിച്ച് സംസാരിക്കാം. കുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവേത് സ്കിപ്പ് ചെയ്ത് പോകും. ഞാൻ സീരിയസ്ലി പറയാം, ശിവപാർവതി ഈ ഫോൺ ആര് യൂസ് ചെയ്താണ് ഈ കമൻ്റ് ഇട്ടത് എന്നെനിക്കറിയില്ല. പെണ്ണാണെങ്കിലും ആണാണെങ്കിലും കുഞ്ഞ് വയറ്റിൽ നിന്ന് വന്നതിന് ശേഷം ഈ കമൻ്റ് ഇട്ട ആൾ അതാരാണെങ്കിലും അവർക്കെതിരെ ഞാൻ സൈബർ സെല്ലിൽ കേസ് കൊടുക്കും. എന്റെ പിതൃത്വത്തെയും ഇവളുടെ മാതൃത്വത്തെയും ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ ഒരു പുണ്ടച്ചി മോള് കമന്റ് ഇട്ടത്, അല്ലെങ്കിൽ മോൻ കമന്റ് ഇട്ടത്. അതുകൊണ്ട് ഇത് കഴിയുമ്പോൾ ഈ ഡെലിവറി കഴിയുമ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം നിനക്കെതിരെ കേസ് ഫയൽ ചെയ്യാം. ഇത് തന്നെയായിരിക്കും നിന്റെ അമ്മയോടും നിനക്ക് തോന്നുന്നത്. എന്താ ഇപ്പൊ അവരെ ഒന്ന് സാരി ഉടുത്തോണ്ട് നിൽക്കുന്ന കാണുമ്പോഴോ അല്ലെങ്കിൽ വയറൊന്ന് ജസ്റ്റ് സൈഡ് കണ്ടാലോ നിനക്ക് ഫീൽ ചെയ്യുന്ന ഇതായിരിക്കും. അവരടുത്ത് നീ പോയി പറയോ, താഴെ അങ്ങ് ഊരാൻ പറയൂ? അന്നത്തെ സമയത്തെന്ന് പറഞ്ഞാൽ കപ്പിൾസ് ആയിട്ട് ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നവർ വളരെ കുറവായിരുന്നു. നിനക്കൊക്കെ നാണമുണ്ടോ? ഭാര്യയും ഭർത്താവും കൂടെ തുള്ളി ജീവിക്കുന്നു. ഇങ്ങനെ ഓപ്പണായിട്ട് പറയാം. അവൻ കൊണ്ട് അവളെ വിറ്റ് അല്ലെങ്കിൽ അവളെ കൊണ്ട് ആർക്കോ കാഴ്ച വസ്തുവാക്കി വെച്ചിട്ട് അവളെ ഇപ്പൊ സീരിയലിൽ കൊണ്ടുവന്നു, അവനും സീരിയലിലായി. വലിയ പച്ചയായിട്ട് പറഞ്ഞാൽ വേശ്യകൾ എന്നുള്ള രീതിയിൽ കമന്റ് വന്നിട്ടുണ്ട്. ചിലപ്പോൾ വേൾഡ് ഫസ്റ്റ് മദർ ഞാനല്ല, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് മദർ ആവുന്നത്. വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ, ഞാനാണോ ഡിസൈഡ് ചെയ്യേണ്ടത് ഇവൾ എന്ത് ഡ്രസ്സ് ഇടണമെന്ന്? ഇവളാണ് രേണുസുതിയെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട്
അപ്പൊ ഞങ്ങൾ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് രേണു ചേച്ചിയുടെ ചില അഭിപ്രായങ്ങളോട് അവള് പോക്ക് കേസ് വെടി എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്ന് ഒരു 10 വയസ്സുള്ള കുഞ്ഞു മുതൽ 60 വയസ്സുള്ള ആ മുത്തശ്ശി വരെ ഇത്രയും ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഇത്രയും ഞാൻ തെറി വിളിക്കുന്നത്. അതിന് കാരണം ഈ കാലിൻ്റെ പേരിൽ കുറേ കുണയ്ക്കുന്നുണ്ട് കുറേ മൈരുകൾ. മനസ്സിലായോ? അത് എനിക്ക് ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് അത് എനിക്ക് വേണ്ട, എനിക്കതിന് ഇഷ്ടമല്ല. ബിഗ് ബോസിൽ പോയി എന്ന് പറഞ്ഞ മറ്റേ അവനാക്കി എന്നെ എടുക്കണ്ട, എനിക്ക് അതിന്റെ താല്പര്യമില്ല. പിന്നെ മുഖത്ത് നോക്കി ഒരുത്ത ഞൊണ്ടിക്കാലെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പ്രതികരിക്കും. അതിന് എനിക്ക് അതിന്റെ പേരിലൊക്കെ നീയൊക്കെ കുണച്ചു എന്ന് പറഞ്ഞാൽ എനിക്കൊരു മൈരുമില്ല. അപ്പൊ അതുകൊണ്ട് വിചാരിക്കരുത് അഭിലാഷ് മറ്റേ മിണ്ടാതെ പോവും എന്നുള്ള വിചാരം വേണ്ട. അത് ഞൊണ്ടിക്കാലെന്ന് വിളിച്ചു ആ പുണ്ടച്ചോളടുത്ത് പറയാൻ എനിക്കൊന്നുമില്ല, കാര്യം അവളുടെ ചിന്താഗതിയുടെ കുഴപ്പം. പക്ഷേ ഇത് ഭർത്താവ് ബിഗ് ബോസിൽ പോയപ്പോൾ ഭാര്യ പ്രഗ്നന്റ് ആയി എന്ന് പറഞ്ഞ ഈ അവനോ അവളോ ഞാൻ തരും. ഈ ഒരു വീഡിയോ കാരണം നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് നമ്മളെ ഇട്ടിട്ട് പോകാനും ചിലപ്പോൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാനും ഒക്കെ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്തിരി മോശം ആൾക്കാരാണ്, നല്ലവരല്ല. ഞാൻ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. കാണാൻ താല്പര്യമില്ലാത്ത ഒരു ദയവ് ചെയ്ത് അൺസബ്സ്ക്രൈബ്, ബ്ലോക്ക്, അൺഫോളോ, ഇങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ തന്നിരിക്കുന്നത് ഇതിനാണ്. കാണാൻ താല്പര്യമില്ലാത്ത സാധനങ്ങൾ ബ്ലോക്ക് ചെയ്ത് കളയുക, കാണണ്ട. അപ്പൊ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിൽ നിന്നിട്ടും ഇവരുടെ റിയാക്ഷനിൽ വലിയ തെറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം അമ്മായി അവരാതെ കമന്റും കാര്യങ്ങളും ആൾക്കാർ ഇടുന്നത് കൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പൊട്ടിത്തെറിച്ച് റിയാക്ട് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. കാരണം അവരൊരു അമ്മയാണ്, അവരിപ്പോൾ അടുത്ത് പ്രസവ ലേബർ റൂമിൽ അതോട് പോകാൻ നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. സോഷ്യൽ മീഡിയ കാണുന്ന സമയത്ത് അതിനകത്ത് ഇവരിടുന്ന ഇങ്ങനത്തെ വൃത്തികെട്ട കമന്റ്സ് കാണുന്ന സമയത്ത് ആസ് എ മദർ അവർക്ക് അവരുടേതായ ചില ഇമോഷൻസ്, ചില ടെൻഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ, വിഷമം ഉണ്ടാവും. എത്ര വലിയ ആളാണെന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്ന ഒരു പ്രശ്നമേ അല്ല എന്ന് പറയുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ആ കമന്റ് ഒന്ന് വായിച്ച് അതിലൂടെ ഒന്ന് കണ്ണോടിക്കുന്ന സമയത്ത് മനസ്സിലൊരു വിങ്ങലോ ഒരു ടെൻഷനോ ഒരു വിഷമോ എന്താണെങ്കിലും ഉണ്ടാവും. അതും ജനിക്കാത്തൊരു കൊച്ചിനെ കുറിച്ച് പറയുന്ന അനാവശ്യ വർത്താനങ്ങൾ കേൾക്കുന്ന സമയത്ത്, അതായത് ഞാൻ പ്രത്യേകം പറയേണ്ടത്, നിങ്ങൾ ആ വീഡിയോയ്ക്കകത്ത് കണ്ടല്ലോ, ആ കുട്ടീനെ ഇവൻ ആർക്കോ കൊണ്ട് കൊടുത്തു. എന്തിനാണ് ഇങ്ങനെ അനാവശ്യമായ കാര്യങ്ങൾ നിങ്ങൾ അറിയും? നിങ്ങൾ ആരെങ്കിലും കൂടെ പോയോ? നിങ്ങൾ ആരെയും കണ്ട സംഭവമാണോ? നിങ്ങളുടെ അറിവിലെ കാര്യമാണ് ഇതൊക്കെ? നിങ്ങളുടെ ഓരോ അസംഷൻസും ഊഹങ്ങളും നിങ്ങൾ വെറുതെ കമന്റ്സ് വഴി ഇട്ടിട്ട് എന്തിനാണ് അവരെ ദ്രോഹിക്കുന്നത്? അത് ഈ ഒരു സമയത്ത് അവരുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങളുമായിട്ട് ചില കാര്യങ്ങൾ, അവരുടെ ലൈഫിലെ ഹാപ്പിയസ്റ്റ് മൊമെന്റ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നു. അത് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ വിമർശനങ്ങൾ നിങ്ങൾ അറിയിക്കുക. അല്ലാണ്ട് ഇങ്ങനെയൊന്നും ഇട്ടിട്ട് ഇതാക്കാൻ പാകത്തിനൊന്നും അവർ ചെയ്തിട്ടില്ല. വ്യക്തമായിട്ടുള്ള കംപ്ലയിൻസും കാര്യങ്ങളും കൊടുത്തിട്ട് ഇങ്ങനെ കമന്റ് ഇടുന്ന ആൾക്കാർക്ക് നല്ല മറുപടി കൊടുക്കുന്നതിനാണ് എന്തുകൊണ്ട് നല്ലത്. ഇവരുടെ കമന്റ് ബോക്സിൽ ഇന്ന് ഇവർ ഇങ്ങനെ കമന്റ് ഇട്ടുണ്ടെങ്കിൽ നാളെ വേറെ ആരുടെയൊക്കെ അല്ലെങ്കിൽ ഇതിന്റെ മുമ്പ് വേറെ എത്ര പേരുടെ കമന്റ്സിൽ ഇതേമാതിരി ഇട്ട് വെച്ചിട്ടുണ്ടെന്ന് തമ്പുരാൻ അറിയാം. ഇനി അവരുടെ ആ ഒരു വീഡിയോയ്ക്കകത്ത് തന്നെ ഒരു വ്യക്തി വന്നിട്ട് കമന്റ് ഇടുന്ന ഒരു കമന്റ് ഉണ്ട്. ഞാൻ ആ കമന്റ് വായിക്കാം. നല്ല മര്യാദ ഭാഷ, ബിഗ് ബോസിൽ വെച്ചേ ഇയാളെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇതിനകത്ത് പറയാനുള്ള ഒരു കാര്യം ഞാൻ ആദ്യം പറയാം, എന്നിട്ട് അഭിശ്രീ എന്ന് പറയുന്ന ഇവർ കൊടുത്തുള്ള മറുപടി വായിച്ച് കേൾപ്പിക്കാം. ഇവർ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഇയാളുടെ ഭാര്യയുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ പിതൃത്വത്തെ നിങ്ങളെപ്പോലും വ്യക്തിപരമായിട്ട് അറിയാതെ വെറുതെ സോഷ്യൽ മീഡിയക്കകത്ത് കണ്ട് മാത്രം അറിയുന്ന കുറച്ച് പേര് അല്ലെങ്കിൽ ഒരാൾ വന്നിട്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങളത് കേട്ട് ആണോ എന്ന് വെച്ചിട്ട് DNA ടെസ്റ്റ് എടുക്കാൻ ഓടും, അല്ലെങ്കിൽ ഇങ്ങനെ അനാവശ്യം പറയുന്നവന്റെ തന്തയ്ക്കും തള്ളയ്ക്കും 4 തലമുറയ്ക്കും കൂടുതൽ വിളിച്ച് നിങ്ങൾ മറുപടി കൊടുക്കും. നിങ്ങളുടെ അറിയുന്ന ഒരാളാണ്, കൺവെട്ടത്ത് നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കയ്യോങ്ങി ഒന്നും കൊടുക്കുകയല്ലേ ചെയ്യുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ അവർ പറഞ്ഞ ഭാഷയിൽ എന്താണ് വൈകാരികമായി പ്രതികരിക്കേണ്ട ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു ഭർത്താവ് ചെയ്യേണ്ട കാര്യമേ അയാൾ ചെയ്തിട്ടുള്ളൂ. നമുക്കാണെങ്കിൽ നമ്മളെ ഭാര്യനെ മക്കളെ കുറിച്ചിട്ട് പച്ചയ്ക്ക് അനാവശ്യം പറയുന്ന ആൾക്കാരെ ഇതേമാതിരി പറയാനുള്ള അവകാശമുണ്ട്. അവിടെ വിദ്യാഭ്യാസവും കാര്യം നോക്കി നിന്ന് കഴിഞ്ഞാൽ കിട്ടുന്നത് കക്ഷത്ത് വെച്ച് മിണ്ടാതിരിക്കേണ്ടി വരും. ഇനി ഇവർ കൊടുക്കുന്ന മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ എന്തിന് തെറിവാക്കാണ് എന്നെ ഫോളോ ചെയ്തേക്കണേ, ബ്ലോക്ക് ആക്കിപ്പോൾ ഫേക്ക് പ്രൊഫൈൽ വഴി കൊണ അടിക്കാതെ പോടാ. ഇതാണ് കുറേ ഫേക്കുകൾ വന്നിരുന്നിട്ട് ഇങ്ങനെ ഇരുന്ന് പറയും. സ്വന്തമായിട്ടൊരു പ്രൊഫൈൽ പിക്ചർ ഉണ്ടാവില്ല, ഒരു ഐഡന്റിറ്റി ഇല്ല, ഒരു പേരില്ല, ദൈവങ്ങളുടെ പേരും മറ്റുള്ളവരുടെ പേരൊക്കെ കടമെടുത്ത് വേറെ ആൾക്കാരുടെ ഫോട്ടോസും ഇമേജസും എല്ലാം കുത്തിക്കേ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് വായ തോന്നിയ മാതിരി അനാവശ്യങ്ങൾ മാത്രം പറയാനായിട്ട് കുറച്ചാണ് സോഷ്യൽ മീഡിയക്കകത്തിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ എണ്ണമാണ് ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ പടച്ചു വിടുന്നത്. എന്താണെങ്കിലും ഇവർ കൊടുത്ത മറുപടി നന്നായിട്ടുണ്ട്. കൊച്ചു നല്ല ആയുരാരോഗ്യത്തോടു കൂടി തന്നെ ജനിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.